ഹായ് എന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര മൗണ്ട് ഗാംബിയറിലേക്കാണ്. സൗത്ത് ഓസ്ട്രേലിയയുടെയും വിക്ടോറിയയുടെയും ബോർഡറിലായിട്ടാണ് മൗണ്ട് ഗാംബിയർ വരുന്നത്. അതായത് ഒരു 4000 മുതൽ 6000 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു വോൾക്കാനിക് ആക്ടിവിറ്റിയിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഭൂപ്രദേശമാണ് മൗണ്ട് ഗാംബിയർ. ഇതൊരു ഏൻഷ്യൻ ഭൂപ്രദേശമായതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റികളിൽ ഒന്നായിട്ടാണ് മൗണ്ട് ഗാംബിയർ അറിയപ്പെടുന്നത്. ഒരുപാട് വോൾക്കാനിക് ലാൻഡ്മാർക്സ് നമുക്ക് അവിടെ കാണാനും എൻജോയ് ചെയ്യാനും സാധിക്കും. അപ്പൊ നമ്മളിതൊരു ഫാമിലി ട്രിപ്പ് ആയിട്ടാണ് പോകുന്നത്. 2 ഫാമിലി ഉണ്ട്. ഒന്ന് നമ്മുടെ ഫാമിലി ഉണ്ട്, പിന്നെ ബീച്ചേച്ചിയും ജോഷി ചേട്ടനും കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പൊ നമുക്കിനി മൗണ്ട് ഗാംബിയറിലേക്ക്. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് വിക്ടോറിയ ആൻഡ് സൗത്ത് ഓസ്ട്രേലിയൻ ബോർഡറിൽ കൂടിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 വശത്തും തിക്കായിട്ട് പൈൻ ഫോറസ്റ്റ് ആണ് ഈ കാണുന്നത്. ഈ ഒരു ഏരിയയ്ക്ക് പറയുന്ന പേര് ഗ്രീൻ ട്രയാങ്കിൾ എന്നാണ്. 6 മില്യൺ ഹെക്ടറിലായിട്ട് പരന്ന് കിടക്കുന്ന ഒരു കാട്ടുപ്രദേശമാണിത്. ത്രികോണാകൃതിയിലാണ് ഈ ഒരു വനപ്രദേശം കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത് ഗ്രീൻ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതൊരു ഹിസ്റ്റോറിക് വോൾക്കാനിക് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലാൻഡ് അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് കോൺട്രാസ്റ്റ് എന്നാണ്. വോൾക്കാനിക് സോയിലിൽ നിറയെ മിനറൽ ഉള്ളതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു സെയിം പ്രത്യേകത ഇവിടെയുണ്ട്. അങ്ങനെ മിനറൽ റിച്ച് ആയിട്ടുള്ള സോയിൽ ആയതുകൊണ്ട് തന്നെ സ്ട്രോങ് അഗ്രികൾച്ചറൽ റൂട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത്. വിക്ടോറിയയും സൗത്ത് ഓസ്ട്രേലിയയും ഒരേ കൺട്രിയിലാണെങ്കിലും വിക്ടോറിയയിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് സൗത്ത് ഓസ്ട്രേലിയ ബോർഡർ കണ്ടെന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നിർത്തിയേക്കുന്നത് ക്വാറന്റൈൻ ബിന്നിൻ്റെ അടുത്താണ്. അപ്പോൾ ക്വാറന്റൈൻ ബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗത്ത് ഓസ്ട്രേലിയയിലേക്ക് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് ഈ ബോർഡിൽ കാണിച്ചിരിക്കുന്ന സാധനങ്ങൾ ഫ്രൂട്ട്, വെജിറ്റബിൾസ്, പ്ലാന്റ്സ്, ഗ്രേപ്പ് വൈൻ, ലൈവ് സ്റ്റോക്ക്, സോയിൽ, ഈ വക സാധനങ്ങളൊന്നും നമുക്ക് സൗത്ത് ഓസ്ട്രേലിയ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഒരു ക്വാറന്റൈൻ ബിന്നിൻ്റെ അകത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ട് നമ്മൾ ബോർഡർ കടന്നിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ ഫൈൻ കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുമെങ്കിലും ഓരോ സ്റ്റേറ്റിലെയും കാർഷിക വിളകളെ സംരക്ഷിക്കാനും പെസ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നത് തടയാനും, പ്രത്യേകിച്ച് ഈ ഫ്രൂട്ട് ഫ്ലൈ സ്പ്രെഡ് ചെയ്യുന്നതും കാർഷിക വിളകൾക്ക് ഇങ്ങനെ രോഗങ്ങൾ ഉണ്ടാവുന്നത് തടയാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോ നിലവിലുള്ളത്. മെൽബണിൽ നിന്ന് മൗണ്ട് ഗാംബിയറിലേക്ക് ഏകദേശം 4.5 മണിക്കൂറോളം ഡ്രൈവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇവിടെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേയൊക്കെ കഴിക്കാൻ പറ്റാഞ്ഞത് നമ്മൾ ആ ബിന്നിലേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് സഞ്ചരിച്ച് നമ്മളിത് മൗണ്ട് ഗാംബിയറിലേക്ക് എത്താൻ പോവുകയാണ്. ഹായ്, ഇതേ നമ്മൾ മൗണ്ട് ഗാംബിയർ എത്തിയേക്കാണ്. അപ്പോൾ നമ്മുടെ ഇത് ആദ്യത്തെ അട്രാക്ഷൻ. നമ്മുടെ വെള്ളനാട്ടിനെ വെച്ചിട്ട് ഇവിടെ തണുപ്പ് നല്ല പോലെ കുറവുണ്ടായിരുന്നു. നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. പക്ഷേ കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ കാറ്റടിച്ചിട്ട് ഇനി അസുഖമൊന്നും വരണ്ടെന്ന് കണ്ടോട് നമ്മൾ ഉള്ള ജാക്കറ്റും ഹുഡിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് അട്രാക്ഷനായ അംബർസ്റ്റോൺ സിങ്ക് ഹോളിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ എൻട്രി തികച്ചും ഫ്രീ ആണ്. നമ്മളിതിന് പൈസയൊന്നും മുടക്കണ്ട കേട്ടോ. അതെനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയൊരു കാര്യമാണ്. നമ്മുടെ എൻട്രിയുടെ അവിടെ ഒരു ക്രെയിൻ ട്രക്ക് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. 1943 മിഷിഗണിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു ക്രെയിൻ ട്രക്കാണിത്. നമ്മൾ ഈ വരുന്ന വഴിക്ക് കണ്ട ഒരു പൈൻ ഫോറസ്റ്റിനോട് അനുബന്ധിച്ച് വർക്ക് ചെയ്യുന്ന ടിമ്പർ ഇൻഡസ്ട്രിയിൽ ലോഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആ കാലത്ത് കൊണ്ടുവന്ന ഒരു പണ്ട് കാലത്തെ ഒരു ക്രെയിൻ ട്രക്കാണിത്. ഇത് ആദ്യം ഒരു മിലിറ്ററി ട്രക്കായിരുന്നു കേട്ടോ. അതിനുശേഷം 1963 ക്രെയിൻ ട്രക്കായിട്ട് റീബിൽറ്റ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഇനി എന്തിനാ ഇത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിങ്ക് ഹോൾ നിർമ്മിച്ച സമയത്ത് ഇതിലേക്ക് ടൂളുകൾ ഇറക്കാനും അവിടുന്ന് ഡെബ്രിസ് ബിന്നുകളൊക്കെ കളക്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ക്രെയിനാണ്. അതുകൊണ്ടാണ് ഇത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ സിങ്ക് ഹോളിൻ്റെ മുകൾ ഭാഗം വിശാലമായ പാർക്കായിട്ട് കൺവേർട്ട് ചെയ്തേക്കുവാണ്. പിള്ളേർക്ക് ഓടിക്കളിക്കാനും അല്ലെങ്കിൽ ഡോഗിനെയും കൊണ്ട് വാക്കിന് വരുന്നവർക്ക് വിശാലമായിട്ടൊന്ന് വാക്ക് ചെയ്യാനും അല്ലെങ്കിൽ മോർണിംഗ് വാക്കിന് ഈവനിങ് വാക്കിന് വരുന്ന ആൾക്കാർക്കൊക്കെ നടക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ്. ചേച്ചി, എങ്ങനെയുണ്ട് തണുപ്പ്? ഇവിടെ അത്രയ്ക്ക് കുഴപ്പം തോന്നുന്നില്ല. മീൻസ് വെള്ളാറിൻ്റെ അത്രയും തണുപ്പ് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അംബർസ്റ്റോൺ സിങ്ക് ഹോളിലേക്കുള്ള എൻട്രി. സൺകൺ ഗാർഡൻ എന്ന ഓമന പേരിൽ ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നുണ്ട്. ഓവർ thousands of years കൊണ്ടാണ് ഈ ഒരു സിങ്ക് ഹോൾ ഫോം ചെയ്തിട്ടുള്ളത്. ഈ ഒരു മൗണ്ട് ഗാംബിയർ പ്രദേശം ലൈം സ്റ്റോണുകളാൽ സമൃദ്ധമായിട്ടുള്ള ഒരു ഏരിയയാണ്. കാലക്രമേണ അസിഡിക് ഗ്രൗണ്ട് വാട്ടറിൻ്റെ പ്രവർത്തനം മൂലം ഈ ചുണ്ണാമ്പുകല്ലുകൾ വിഘടിക്കപ്പെടുകയും ഭൂവൽക്കത്തിനകത്ത് ഗുഹകൾ പോലെയുള്ള അറകൾ രൂപപ്പെടുകയും ചെയ്തു. കാലക്രമേണ ഈ ഗുഹകളുടെയൊക്കെ മേൽക്കൂര തകർന്നിട്ട് ഇങ്ങനെയൊരു സിങ്ക് ഹോൾ രൂപപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സിങ്ക് ഹോളിന് 20 മീറ്ററിലധികം നീളവും 50 മീറ്റർ വീതിയുമുണ്ട്. അങ്ങനെ വർഷങ്ങളോളം ഇതൊരു സിങ്ക് ഹോളായിട്ടൊരു സിങ്ക് ഹോൾ താഴ്വരയായിട്ട് കിടന്നു. അതിനുശേഷം 1886 ബ്രിട്ടീഷ് വംശജനും പൊളിറ്റീഷ്യനുമായ ജെയിംസ് അംഫർസ്റ്റൺ ഈ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള സിങ്ക് ഹോൾ കാണുകയും പുള്ളിക്കാരൻ ഇതൊരു പൂന്തോട്ടമാക്കി മാറ്റാനുള്ള മുൻകൈ എടുക്കുകയും ചെയ്തു.
വള്ളിച്ചെടികളും കുറ്റിപ്പുല്ലും ഹൈഡ്രാഞ്ചിയും ഒക്കെ ചേർന്ന് ഒരു യൂറോപ്യൻ എസ്തെറ്റിക് വിത്ത് നേറ്റീവ് ഓസ്ട്രേലിയൻ ഫ്ലോറ തന്നെ പുള്ളി അവിടെ ക്രിയേറ്റ് ചെയ്തു. ജെയിംസ് സ്റ്റാംഫോർഡ് സ്റ്റോണിൻ്റെ മരണശേഷം പതിറ്റാണ്ടുകളോളം ഈ ഒരു ഗാർഡൻ ആരും ശ്രദ്ധിക്കപ്പെടാതെയും അവഗണിക്കപ്പെട്ടും കിടന്നു. അങ്ങനെ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോൾ ലോക്കൽ കൗൺസിലും കമ്മ്യൂണിറ്റിയും കൂടെ ചേർന്നിട്ട് ഈ സിങ്ക് ഹോള് റീസ്റ്റോർ ചെയ്തിട്ട് ഇന്നത്തെ കാണുന്ന ഒരു സൗന്ദര്യത്തിലേക്ക് അതിൻ്റെ ആ ഒരു പഴമേനെ തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത്. താഴത്തേക്ക് ഇറങ്ങി പോകാനായിട്ടും കയറി വരാനായിട്ടും സ്റ്റീപ്പായിട്ടുള്ള പടവുകളാണ്. താഴെ ചെന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ ലൈം സ്റ്റോണിൻ്റെ പാളികളാണ്. അതിനിപ്പോഴും നനവുണ്ട്, അതേപോലെ തന്നെ വെള്ളം ഒഴുകുന്നുണ്ട്. ഒരു സൈഡിൽ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കാനും ഇങ്ങനെ ഈ പ്രകൃതി രമണീയത ആസ്വദിക്കാനും ഒക്കെയുള്ള ഫെസിലിറ്റീസ് ആ ഒരു ചെറിയ വലിയ ഗാർഡൻ്റെ അകത്തുണ്ട്. ആ കാണുന്ന വള്ളിച്ചെടികൾ പടർന്നു കിടക്കുന്ന ഭാഗം കണ്ടോ, അതിൻ്റെ അകത്തേക്ക് ഒരു വലിയ കേവ് ഉണ്ട്. പക്ഷേ അതിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു 20 മീറ്റർ ഇപ്പുറം വരെ നമുക്ക് പോകാനുള്ള അനുമതിയുള്ളൂ. ഇതാണ് ആ പറഞ്ഞ കേവ്. അപ്പോൾ ആ കേവ് അതിൻ്റെ അകത്തൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. അതിൻ്റെ ഒച്ച ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കേൾക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ. നമ്മൾ സിംഗ് ഹോളിൻ്റെ അകത്ത് നിന്നിട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണിത്. അപ്പോൾ ഈ സിങ്ക് ഹോളിൻ്റെ ഇങ്ങനെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കോഷൻ ബോർഡ് വെച്ചേക്കുന്നു, കോഷൻ ബീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മുകളിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബീ ഹൈവ്സ് ആണ് ആ കാണുന്നത് മുഴുവൻ കേട്ടോ. ഒരുപാട് തേനീച്ചകൾ പറക്കുന്നുണ്ട്. അപ്പോൾ തേനീച്ചകളുടെ കുത്ത് കിട്ടാതെ സൂക്ഷിക്കുക എന്നും കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്രാക്ക് കണ്ടോ, ആ ക്രാക്കിൻ്റെ അകത്തൂടെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. ഈ പാറകളുടെ വിള്ളലിൻ്റെ ഇടയ്ക്കൂടെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് തേനീച്ചക്കൂടുകൾ കാണുന്നുണ്ട്. അപ്പോൾ ബീയുടെ കുത്ത് കിട്ടുന്നതിന് മുമ്പ് വി ആർ എസ്കേപ്പിംഗ് ഫ്രം ഉഗാണ്ട. ചിക്കുവിൻ്റെ മൂഡ് പതിയെ മാറി വരുന്നുണ്ട്, പതിയെ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. മുകളിലായിട്ടൊരു ചെറിയ ക്രാക്ക് കൂടെയുണ്ട്. അപ്പം ഞാൻ അതും കൂടെ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുമ്പം അങ്ങോട്ട് പോകാനായിട്ട് ചെറിയ വീതി കുറഞ്ഞ വഴിയാണ്. ഒരു 2 ആൾക്ക് അറ്റ് എ ടൈം പാസ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പേ ഉള്ളൂ. എന്താണ് എല്ലാവരും ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്? അദ്വൈത് എവിടെയും കണ്ട് സ്പൈഡറിനെ കണ്ടു എന്നാണ് പറയുന്നത്. തെറ്റ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പാറയുടെയൊക്കെ ക്രാക്കുകളുടെ ഇടയിൽ സ്പൈഡേഴ്സൊക്കെ ഉണ്ടാവും. നമുക്കെന്തായാലും മുന്നോട്ടൊന്ന് നടന്നു നോക്കാം. അപ്പോൾ ഇത് നല്ല ഇരുട്ടുള്ള ഒരു ഏരിയയാണ്. ഒരു ഗുഹ പോലെ തോന്നിക്കുന്നു കേട്ടോ. ഒരു ക്ലോസ്ഡ് പാർട്ടാണ്. അപ്പോൾ അത് ഫ്രജൈൽ ഏരിയ ആണ്, അങ്ങോട്ട് ഒത്തിരി ഇറങ്ങരുതെന്നൊക്കെ അവിടെ വാർണിംഗ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പം അറിയാലോ, ലൈം സ്റ്റോൺ ആണ്, ഒത്തിരി കട്ടിയൊന്നും ഉണ്ടാവത്തില്ല. നമ്മുടെ ഇപ്പോൾ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ചേച്ചിയുടെ ഇളയ കുട്ടിയാണ് മാത്തപ്പൻ. അവൻ എക്സ്പ്ലോറേഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ ഈ സ്പൈഡർ ഉള്ളിടത്തൂടെയൊക്കെ കയറാതിരിക്കാനായിട്ട് അദ്വൈത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതാണ് നമ്മളൊക്കെ കേൾക്കുന്നത്. നമ്മൾ ആ സിങ്ക് ഹോളിൽ നിന്ന് കയറി വരുമ്പോഴേ ഇങ്ങനെ ഒരു സ്കൾപ്ചർ കാണാമേ. 1997 പണി കഴിപ്പിച്ച ഈ ഒരു സ്കൾപ്ചർ ഈ ഒരു റീജിയനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ടോപ്പിലും ഓപ്പൺ എൻഡ് സിങ്ക് ഹോളിനെയും മിഡിൽ ഭാഗം ഹിഡൻ ഫിഷേഴ്സിനെയും ഏറ്റവും അടിഭാഗം ലൈം സ്റ്റോണിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മൗണ്ട് ഗാംബിയറിൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു മോട്ടൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് മോട്ടലിലേക്ക് വന്നേക്കാണ്. ഇനി ഞാൻ മോട്ടലും പരിസരമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. ഇതാണ് നമ്മുടെ മോട്ടലിൻ്റെ ഒരു ഏകദേശം സൈഡ് വ്യൂ. അർക്കാന മോട്ടലിൽ നിന്നായിരുന്നു നമ്മുടെ മോട്ടലിൻ്റെ പേര്. ഇനി നമുക്കിത് റൂമിൻ്റെ അകമൊക്കെ കാണിച്ചു തരാമേ. അപ്പോൾ ഇതാണ് ഒരു മെയിൻ ഹാൾവേ പോലത്തെ ഏരിയ. ഇതിന് 2 എൻട്രി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക് എൻട്രി എന്നാണ് ഞാനിപ്പോൾ കയറി. ഇതിന് ഫ്രണ്ടിൻ്റെ എൻട്രി വേറെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ലാർജ് ബെഡ്റൂം ഉണ്ട്. അവിടെ ഒരു ക്വീൻ സൈസ് ബെഡാണ്. ക്വീൻ സൈസ് ബെഡുണ്ട്, സ്റ്റോറേജ് കബോർഡ്സ് ഉണ്ട്, പിന്നെ എക്സ്ട്രാ ബാഗൊക്കെ വെക്കാനുള്ള എക്സ്ട്രാ കബോർഡ്സ് ഉണ്ട്.
പിന്നെ നമ്മൾ ഇങ്ങ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ഡൈനിങ് ടേബിളും ഒരു 4 ചെയർ, പിന്നെ ഒരു സോഫ ബെഡുണ്ട്. സോഫ ബെഡാണ്. നമുക്ക് രാത്രിയിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് നിവർത്തിയിടാം. പിന്നെ കിച്ചൺ സെറ്റപ്പ് ഉണ്ട്, സ്റ്റൗ ഉണ്ട്, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് കെറ്റിലുണ്ട്, ആൻഡ് ദെൻ മൈക്രോവേവ് ഉണ്ട്, ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിൻ്റെ അകത്ത് കുറച്ച് ചെറിയ നമ്മുടെ കുഞ്ഞി കുപ്പിയിലുള്ള പാലുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡിഷ് വാഷറുണ്ട്. പിന്നെ ഈ വാഷിങ്ങിന് നമുക്ക് ക്ലോത്തൊക്കെ വാഷ് ചെയ്യാനുണ്ടെങ്കിൽ വാഷറുണ്ട്, ഡ്രയറുണ്ട്, പിന്നെ അയൺ ബോക്സ് ഉണ്ട്. കൂടാതെ പ്ലേറ്റുകളും കപ്പുകളും കട്ട്ലറീസും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ലോങ് ട്രാവലൊക്കെ ചെയ്ത് വരുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കുക്ക് ചെയ്തൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി ഈ കാണിക്കാൻ പോകുന്നത് വേറൊരു ബെഡ്റൂമാണ്. അവിടെ ഒരു സിംഗിൾ ബെഡും ഉണ്ട്, ഒരു ബങ്ക് ബെഡും ഉണ്ട്. അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിൽ ചിക്കു അവിടെ കിടന്ന് ഉറങ്ങുവാണ്. വളരെ സൈലൻ്റ് ആയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഒരു റൂമിൻ്റെ അകത്ത് തന്നെ 2 ബെഡ്റൂമുള്ള ഫെസിലിറ്റിയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 3 ബെഡും ഉണ്ടായിരുന്നു, അതേപോലെ ഒരു സോഫ ബെഡും ഉണ്ടായിരുന്നു. ഇതാണ് ടോയ്ലറ്റ്, ഇത് നമ്മുടെ ബാത്റൂം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അക്കോമഡേഷൻ സെറ്റപ്പ് ഒക്കെ. ഇതാണ് നമ്മുടെ മോട്ടലിൻ്റെ മെയിൻ എൻട്രൻസ്. മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി ഉള്ളേരിയയിലേക്കൊന്നും ട്രാവൽ ചെയ്യേണ്ടി വന്നില്ല അക്കോമഡേഷൻ കണ്ടുപിടിക്കാനായിട്ട്. കയറി വരുമ്പോഴേ മെയിൻ റിസപ്ഷനാണ്. 24 hours അവിടെ ആളുണ്ടാവും. അപ്പോൾ നമുക്ക് ടെൻഷനൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഈ കാണുന്നതാണ് റിസപ്ഷൻ. ആ റിസപ്ഷനിൽ എപ്പോഴും ആളുണ്ടായിരിക്കും. അപ്പോൾ ഇത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മോട്ടലിനും ഒന്നും 24 hours റിസപ്ഷൻ ഉണ്ടായിരിക്കില്ല. ആദ്യമായിട്ടാണ് ഞാനൊരു മോട്ടലിൽ താമസിക്കുന്നത്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഹോട്ടലിനേക്കാളും നല്ലത് ഇപ്പോൾ മോട്ടലിൽ ബുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതവിടുത്തെ ഒരു ഹീറ്റഡ് സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികളെ യാത്രേനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ സ്വിമ്മിംഗ് പൂൾ പ്ലേ ആണ്. അപ്പോൾ അവരങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്ന സമയത്ത് നമുക്ക് ഈ മോട്ടലിൻ്റെ പരിസരമൊക്കെ ഒന്നുകൂടെ ഒന്ന് കാണാം. അപ്പോൾ ഇത് ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഇത് വിശാലമായിട്ടുള്ള ഒരു മോട്ടലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുറത്തോടെ ഇങ്ങനെ ചെയറൊക്കെ ഇട്ടേക്കുന്നത് സ്മോക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പുറത്ത് വന്നിരുന്ന് സ്മോക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും ഫ്രഷ് എയർ കൊള്ളാനൊക്കെ വേണ്ടിയിട്ടുള്ള ചെയറാണ് ഇട്ടേക്കുന്നത്. റൂമിൻ്റെ അകത്ത് സ്മോക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്. അതേപോലെ തന്നെ എല്ലാം നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടെ എല്ലാം നമുക്ക് പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കാർ ഇട്ടേക്കുന്നത് നമ്മുടെ റൂമിൻ്റെ മെയിൻ എൻട്രൻസിലാണ്. അപ്പോൾ ഞാൻ ബാക്ക് എൻട്രൻസ് ആണ് ആദ്യം കാണിച്ചു തന്നത്. ഇനി ഫ്രണ്ടിൻ്റെ എൻട്രൻസ് കാണിച്ചു തരാം. അപ്പോൾ ഈ ഭാഗമാണ് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ട് എൻട്രൻസ്. മുമ്പിൽ തന്നെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇനി ഇവിടുന്ന് മെയിൻ റോഡിലേക്കും ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. നമ്മൾ ആ കയറി വന്നിടത്തൂടെ അല്ലാതെ നമുക്ക് ഇതിലൂടെ ഡയറക്റ്റ് റോഡിലേക്ക് ആക്സസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പെൽറ്റിയുടെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. ബാക്കി കഥകൾ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.